ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം ആദ്യ വാക്യം. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്ത് എത്തി. യാക്കോബ് സഹോദരനെയും അപ്പനെയും പറ്റിച്ചിട്ട് ലാബാന്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു പോകുന്നത് നമുക്ക് 28 അധ്യായത്തിൽ പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യാത്രയുടെ മധ്യേ ബേഥേലിൽ ദൈവത്തിന്റെ സാന്നിധ്യം യാക്കോബ് അനുഭവിച്ചു. ദൈവത്തോട് നേർച്ച നേർന്നു. വീണ്ടും ആ യാത്ര തുടർന്നു. വചനം പറയുന്നു, കിഴക്കരുടെ ദേശത്ത് എത്തി. കിഴക്കോട്ടുള്ള യാത്ര പലപ്പോഴും പാപ സാഹചര്യത്തെയാണ് വിശുദ്ധ വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ യാക്കോബിന്റെ ഈ യാത്ര എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഒന്ന്, അപ്പനും അമ്മയും പറഞ്ഞതനുസരിച്ചാണ് ഈ യാത്ര. ഉൽപ്പത്തി 28 5 വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ഇസ്ഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പത്തൻ അരാമിൽ അരാമ്യനായ ബെതുവേലിന്റെ മകനും യാക്കോബിന്റെയും ഏശാവിന്റെയും അമ്മയായ റിബേക്കയുടെ സഹോദരനുമായ ലാബാന്റെ അടുക്കൽ പോയി. എന്തുകൊണ്ട് അപ്പനും അമ്മയും യാക്കോബിനെ കിഴക്കോട്ട് അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ അരികിലേക്ക് പറഞ്ഞയക്കണം? ഇസഹാക്കിന് 2 മക്കളാണ്. ട്വിൻസാണ് ഏശാവും യാക്കോബും. ഏശാവ് മൂത്തവനാണ് എങ്കിലും അപ്പൻ അവനെ സ്നേഹിച്ചു എങ്കിലും അപ്പന്റെ ഇഷ്ടപ്രകാരമുള്ള കുടുംബജീവിതമല്ല ഏശാവ് തിരഞ്ഞെടുത്തത്. കാനാന്യ സ്ത്രീകളെയും ഇസ്മായേലിന്റെ തലമുറയിൽപ്പെട്ടവരെയും വിവാഹം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് ദൈവത്തെ അറിയാത്ത വിഗ്രഹാരാധികളായ ദൈവജനത്തിന് വിരോധികളായ വ്യക്തികളെ കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയായിട്ട് ഏശാവ് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ഇസഹാക്കിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വാഗ്ദത്തം, തൻ്റെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വാഗ്ദത്തം, അതിന്റെ നിവൃത്തിയെ ഭംഗം വരുത്തുമെന്ന് ഒരുപക്ഷെ ഭയപ്പെട്ടിരുന്നിരിക്കണം. എന്തുകൊണ്ടോ ദൈവസന്നിധിയിൽ വിനയപ്പെട്ടിട്ട് ദൈവത്തിന്റെ ദിവ്യമായ ഹിതത്തിന് വേണ്ടിയിട്ട് യാക്കോബിനെ ഇത്തരത്തിൽ പറഞ്ഞയച്ചതാകണം. 2, യാക്കോബിനെ സംബന്ധിച്ച് ഈ യാത്രയും തുടർന്നുള്ള ജീവിതവും ഒരു പ്രവാസമായിരുന്നു. നീണ്ട 20ഓളം വർഷങ്ങൾ അദ്ദേഹം ലാബാന്റെ ആ നാട്ടിൽ പണിയെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഇടത്തെല്ലാം ഒരു പ്രവാസിയെ പോലെ യാക്കോബ് ആയിരിക്കുന്നതിന് എന്തായിരിക്കും കാരണം? തീർച്ചയായിട്ടും ഈ ഒരു കാലയളവ് ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നിരിക്കണം. യാക്കോബ് ആദ്യം എങ്ങനെയായിരുന്നു, പിന്നത്തേതിൽ യാക്കോബ് എങ്ങനെയായി, ഈ മാറ്റത്തിന് യാക്കോബിനെ സഹായിക്കുന്നത് ഈ ഒരു 20 വർഷത്തെ ജീവിതമാണ്. അവന്റെ ജീവിതത്തിൽ മാറ്റപ്പെടേണ്ടതൊക്കെ മാറ്റുവാനും ഉൾക്കൊള്ളേണ്ടതൊക്കെ ഉൾക്കൊള്ളുവാനും ദൈവമായി അനുവദിച്ചു കൊടുത്ത ഒരു പ്രവാസം. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ ദൈവം ചിലത് അനുവദിക്കുന്നുണ്ട്. ചില ശോധനകളിലൂടെയോ ചില പ്രവാസം കണക്കുള്ള അനുഭവങ്ങളിലൂടെയോ കടത്തിവിടുന്നത് നമ്മെ അല്പക്കൂടെ മെച്ചപ്പെടുത്താനാകും എന്ന് നാം തിരിച്ചറിയണം. 3, ഇത് ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിക്ക് അനിവാര്യമായിരുന്നു. യാക്കോബ് അങ്ങോട്ട് പോകുന്നത് തനിച്ചാണ്. എന്നാൽ കാലങ്ങൾക്കിപ്പുറം തിരിച്ചു വരുന്നത് ഒരു വലിയ സമൂഹമായിട്ടാണ്. 12 മക്കൾ, ദാസീദാസന്മാർ, മൃഗസമ്പത്ത്, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് യാക്കോബ് മടങ്ങി വരുന്നുണ്ട്. ആ മടക്ക യാത്രയിലാണ് യാബോക്ക് കടവിൽ വച്ച് ദൈവത്തിന്റെ ദൂതനുമായി യാക്കോബ് മല്ല് പിടിക്കുന്നതും എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ വിടില്ല എന്ന വാശി
പ്രാർത്ഥന യാക്കോബിന്റെ ജീവിതത്തിൽ നിന്ന് ഉയരുമ്പോൾ, ഇനിമേൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും എന്ന് പറഞ്ഞ് ഇസ്രായേലായി അനുഗ്രഹിക്കുന്നതും ഈ യാത്രയുടെ ഒടുവിലാണ്. 12 ഗോത്രങ്ങളായി യാക്കോബ് ഇസ്രായേലായി ഇങ്ങനെ ദൈവം വർദ്ധിപ്പിച്ച കഥയാണ് യാക്കോബിന്റെ ജീവിതത്തിന്റെ മടങ്ങിവരവ്. അതിന് ഈ ഒരു പ്രവാസം അനിവാര്യമായിരുന്നു. കിഴക്കരുടെ ദേശത്തേക്കുള്ള യാത്ര അനിവാര്യമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ഇടങ്ങളിലേക്ക് നാം പുറപ്പെട്ടു പോകേണ്ടി വരുന്നത്, യാത്ര ചെയ്യേണ്ടി വരുന്നത് ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല, ദൈവം നമ്മെ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന തിരിച്ചറിവ് നമ്മെ നയിക്കട്ടെ. യാത്രയിൽ തനിച്ചല്ല, തമ്പുരാൻ കൂടെയുണ്ട്. നീ ഒരു അനുഗ്രഹമായി മടങ്ങി വരേണ്ടുന്നതിന് അവിടുന്ന് ഒപ്പം നിൽക്കും. പ്രാർത്ഥനയിൽ ശരണപ്പെടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ ആക്കി വയ്ക്കുന്ന ഇടങ്ങളിൽ അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ അവിടുന്ന് കൃപ നൽകണമേ. അങ്ങയുമായുള്ള കണ്ടുമുട്ടൽ ബേഥേലിൽ യാക്കോബിനുണ്ടായതുപോലെ ഞങ്ങൾക്കും അവിടുന്ന് സാധ്യമാക്കണമേ. അങ്ങയുടെ വലിയ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി നൽകണമേ. അങ്ങനെ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ കൃപ ചെയ്യണമേ. ആമേൻ.